ആരാണ് ഷിയാക്കൾ? സയ്യിദ് ആയത്തുള്ള അലി ഹുസൈൻ ഖാംനഈയുടെ മരണത്തിന് ശേഷമുള്ള ചർച്ചയാണിത്. സഹോദരങ്ങളെ, ഇസ്ലാമിക സമൂഹത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഭാഗമാണ് ഷിയാക്കൾ. അസർബൈജാൻ, ഇറാഖ്, ഇറാൻ എന്ന് പറയുന്ന 3 രാജ്യങ്ങളിൽ പരന്നു കിടക്കുന്ന ഒരു സമൂഹം. അവരിൽ തന്നെ 3 വിഭാഗമുണ്ട്. ഇസ്നാ അശരി, ഇസ്മായിലി, സൈദി എന്ന് പറയുന്ന 3 വിഭാഗം. ആരാധനാ കർമ്മങ്ങളിൽ, കർമ്മശാസ്ത്രപരമായ കാര്യങ്ങളിൽ, ചരിത്രപരമായ കാര്യങ്ങളിൽ അവരുമായിട്ട് സുന്നി സമൂഹത്തിന് എതിരഭിപ്രായങ്ങളുണ്ട്. അവർ സുജൂദ് ചെയ്യുന്ന സ്ഥലത്ത് ചെറിയ റൗണ്ടിലുള്ള ഒരു കല്ല് വെക്കാറുണ്ട്. തുർബ് എന്നാണ് അതിന് പറയുന്നത്. അവരുടെ ബാങ്കിൽ വ്യത്യാസമുണ്ട്. അഷ്ഹദു അന്ന അലിയൻ വലിയല്ലാഹ് എന്ന ധ്വനി അവരുടെ ബാങ്കിലുണ്ട്. മാത്രമല്ല, മഹാനായ അബൂബക്കർ സിദ്ദീഖ്, ഉമറുൽ ഫാറൂഖ്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹും, ഈ 3 പേരെയും അവരെ അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു തആല അൻഹുവിനെ അദ്ദേഹത്തിന് കിട്ടേണ്ട, പ്രവാചകന് ശേഷം കിട്ടേണ്ട ഖിലാഫത്ത് ബാക്കിയുള്ളവർ തട്ടിയെടുത്തു എന്നാണ് അവർ പറയുന്നത്. ബഹുമാനമുള്ളവരെ, 12 ഇമാമിങ്ങളെയാണ് അവർ അംഗീകരിക്കുന്നത്. അതിൽ 12ാമത്തെ ആളാണ് മുഹമ്മദ് അൽ മഹദി എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹം ഒരു ഗുഹയുടെ അകത്തേക്ക് കയറിപ്പോയതായിരിക്കുന്നുവെന്നും ലോകാവസാനത്തോടടുക്കുന്ന സമയത്താണ് അദ്ദേഹം ഇറങ്ങി വരുന്നത് എന്നാണ് മഹദി ഇമാമിനെ കുറിച്ചുള്ളവരുടെ വീക്ഷണം. ശരിക്കു പറഞ്ഞാൽ ചരിത്രപരമായിട്ടും കർമ്മശാസ്ത്രപരമായിട്ടും അവരോട് നമുക്ക് വിയോജിപ്പുണ്ട്. എന്നിരുന്നാലും ആയത്തുള്ള അലി ഹുസൈൻ ഖാംനഈ എന്ന വ്യക്തിയെ നമ്മൾ പുകഴ്ത്തിയിട്ടുണ്ട് എങ്കിൽ, അദ്ദേഹത്തെ നമ്മൾ വീരമൃദു വരിച്ച വ്യക്തി എന്ന് നമ്മൾ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് എങ്കിൽ, അദ്ദേഹത്തിന്റെ ധീരത കൊണ്ട് മാത്രമാണ്, സാമ്രാജ്യത്വ ശക്തിയോട് സന്ധിയില്ലാത്ത നിലപാട് പുലർത്തിയത് കൊണ്ട് മാത്രമാണ്.